നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാനത്തിന്റെ സുൽത്താൻ, ഇന്ത്യയുടെ ആത്മമിത്രം അനുശോചനം അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിയും. പശ്ചിമേഷ്യയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ട കാലത്തെല്ലാം സമാധാനത്തിന്റെ തുരുത്തായി ഒമാൻ എന്ന രാജ്യത്തെ നിലനിർത്തിയ ഭരണാധികാരിയാണ് സുൽത്താൻ ബാബൂസ്. എല്ലാ ചേരികൾക്കും ഒരുപോലെ സ്വീകാരനായി നിലകൊള്ളുവാൻ ബാബൂസിന് കഴിഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് സുൽത്താൻ. US-നും ഇറാനും ഇടയിൽ, സൗദിക്കും യമനും ഇടയിൽ എവിടെ സംഘർഷം ഉണ്ടാകുമ്പോഴും സമാധാന ദൂതനായി വർത്തിക്കുവാൻ അറബ് ലോകത്ത് ഒമാന്റെ സുൽത്താൻ ബാബൂസ് ഉണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാനും അമേരിക്കയും ഇടയിൽ ആണവ കരാർ യാഥാർത്ഥ്യമായപ്പോൾ അതിൽ സുൽത്താനും ഒമാനും വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. ഇറാനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കക്കാർക്കും അമേരിക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചിമേഷ്യൻ പൗരന്മാർക്കും മോചനത്തിന്റെ പാതയൊരുക്കുവാൻ സുൽത്താൻ ബാബൂസ് വേണമായിരുന്നു. യമനിൽ ബന്ദിയാക്കപ്പെട്ട ഫാദർ ടോം ഉഴവഞ്ചാലിനും മോചിപ്പിക്കാൻ വഴിയൊരുക്കിയത് ഈ സുൽത്താൻ തന്നെയായിരുന്നു. ഹൂതികൾക്കെതിരെ അറബ് സഖ്യസേന യമനിൽ സൈനിക നടപടി ആരംഭിച്ചപ്പോൾ ആക്രമണത്തിൽ പങ്കാളിയാവില്ലെന്ന് ഉറച്ച പ്രഖ്യാപനം നടത്തി അവിടെയും സമാധാനത്തിന് സന്ദേശം നൽകുവാൻ സുൽത്താനായി. ഇന്ത്യയിലെ പൂനെയിൽ വിദ്യാർത്ഥിയായിരുന്ന ബാബൂസ് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുടെ ശിഷ്യനായിരുന്നു എന്നൊരു ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും സ്വന്തം ജനതയെ പോലെ എന്നും ചേർത്ത് നിർത്തിയവൻ തന്നെയായിരുന്നു സുൽത്താൻ ബാബൂസ്. ഒമാൻ ഭരണാധികാരിയായ ബാബൂസ് ബിൻ സയ്യിദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി മോദിയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. സമാധാനത്തിന്റെ ദീപസ്തംഭം എന്നാണ് മോദി അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചത്. സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദിനെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ ഞാൻ അതീവ ദുഃഖിതനായെന്നും ഒമാനെ പുരോഗതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്നും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നുവെന്നും ഇന്ത്യയും ഒമാനും തമ്മിൽ ഊർജ്ജസ്വലവും തന്ത്രപരവുമായ പങ്കാളിത്തം വളർത്തുവാൻ ശക്തമായ നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും മോദി പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സ്നേഹവും വാത്സല്യവും വിലമതിക്കാനാവാത്ത വിധത്തിൽ എന്നും നിലനിൽക്കും. ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നുവെന്നും മോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഇന്ത്യക്കാരുമായും വിശിഷ്യ മലയാളികളുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നതായി ഫേസ്ബുക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദിന്റെ വേർപാടിൽ അനുശോചിക്കുന്നു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഇന്ത്യക്കാരുമായും വിശിഷ്യ മലയാളികളുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. 1970 ഭരണമേറ്റെടുത്ത സുൽത്താൻ ഒമാനെ ആധുനികവൽക്കരിക്കുന്നതിൽ സുപ്രധാന പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത്. ഒമാൻ ഭരണഘടന ഉണ്ടാക്കിയതും മന്ത്രിസഭ രൂപീകരിച്ചതുമൊക്കെ സുൽത്താന്റെ ഭരണ മികവായി തന്നെയാണ് ലോകം കാണുന്നത്. അറബ് ലോകത്ത് സൗഹൃദവും സമാധാനവും കാത്തുസൂക്ഷിക്കുവാൻ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്ത സുൽത്താൻ ഒമാന്റെ ഭരണ സാരഥ്യം ദീർഘകാലം വഹിച്ചു എന്നതും പ്രത്യേകതയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് സൗകര്യങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദിന്റെ വേർപാടിലൂടെ മനുഷ്യസ്നേഹിയായ ഒരു ഭരണാധികാരിയാണ് ഈ ലോകത്തിന് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.